അനുകൂലമായി. സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഈ ദിനം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കുകയും അവരുടെ വീരകഥകൾ സ്മരിക്കുകയും ചെയ്യാം. ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ് എന്നാണ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആ അസുലഭ നിമിഷത്തെ വിശേഷിപ്പിച്ചത്. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങി എണ്ണിയാൽ തീരാത്ത ധീര ദേശാഭിമാനികളുടെ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യ പുലരിയിലെത്തിയത്. വൈവിധ്യവും വംശീയതയും വൈജാത്യവും കൊണ്ട് ഒരു ചരടിൽ കോർക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചെടുത്തു നിന്ന് സ്വാതന്ത്ര്യത്തിനായി എല്ലാ വ്യത്യാസങ്ങളും മറന്ന് ഒന്നിച്ചു പോരാടിയ ഒരു ജനത ചിന്നിച്ചിതറി പല കഷ്ണങ്ങളായി മാറുമെന്ന് പലരും പ്രവചനങ്ങൾ നടത്തിയപ്പോഴും ജനാധിപത്യം എന്ന ആശയത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഭരണഘടനയെ മുറുകെ പിടിച്ച് 7 പതിറ്റാണ്ടുകൾ പിന്നിട്ടു ഇന്ത്യ. 20ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളുടെ കോളനികളായിരുന്ന പല രാജ്യങ്ങളും സ്വാതന്ത്ര്യാനന്തരം പട്ടാള ഭരണത്തിലേക്കും വിഭജനങ്ങളിലേക്കും രാഷ്ട്രീയ സാമൂഹിക അരക്ഷിതാവസ്ഥയിലേക്കും അരാജകത്വത്തിലേക്കും കാലിടറി വീണു. എന്നാൽ എത്രയോ മതങ്ങളും ജാതികളും ഉപജാതികളും വർഗങ്ങളും ഉണ്ടായിട്ടും 7 പതിറ്റാണ്ടും പിന്നിട്ട് ഇന്ത്യ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നിലകൊള്ളുന്നു. ജനാധിപത്യ വ്യവസ്ഥതയും ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും മതേതരത്വ മൂല്യങ്ങളും കൈമുതലായി ഉള്ളതുകൊണ്ടാണ് നമുക്കതിന് സാധിച്ചത്. ഹരിത വിപ്ലവം ഭക്ഷ്യക്ഷാമമുള്ള രാജ്യത്തിൽ നിന്ന് ഭക്ഷ്യ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി നമ്മെ മാറ്റി. ചന്ദ്രയാൻ, മംഗൾയാൻ തുടങ്ങിയ ദൗത്യങ്ങൾ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ നമ്മെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു. എന്നാൽ ഈ നേട്ടങ്ങൾക്കിടയിലും ഭാരതത്തിന്റെ യശസ്സിന് കളങ്കം ചാർത്തുന്ന ചില അസ്വാരസ്യങ്ങളും സങ്കുചിത ചിന്തകളും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്.